ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് വാർ എന്ന പാഠത്തിൻ്റെ റിവ്യൂ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു റിവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്, എന്നാൽ അത്യാവശ്യം വലിപ്പവുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്നതായിരിക്കും. നേരെ നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. വാർ ഈസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. വാർ ഒരു മനോഹരമായ കഥയാണ്. ബൈ ലൂയിജി പിരാൻഡല്ലോ. എഴുതിയേക്കുന്നത് ആരാണ്? ലൂയിജി പിരാൻഡല്ലോ ആണ്. ഇറ്റ് ഈസ് എബൌട്ട്. ഈ കഥ എന്തിനെ പറ്റിയാണെന്നാണ് പറയുന്നത്. എന്തിനെ പറ്റിയാണ്? ദ പെയിൻ പേരൻസ് ഫീൽ. പേരൻസിന് ഫീൽ ചെയ്യുന്ന പെയിനിനെ പറ്റി, രക്ഷകർത്താക്കൾക്ക് ഫീൽ ചെയ്യുന്ന വേദനയെ പറ്റിയാണ്. എപ്പോഴാണ് ഇവർക്ക് ഫീലിംഗ് ഉണ്ടാകുന്നത് ഇത്തരത്തിൽ? ഡ്യൂറിങ് വാർ ടൈം, യുദ്ധസമയത്ത്. യുദ്ധത്തിന്റെ സമയത്ത് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഫീൽ ചെയ്യുന്ന വേദന, അതിനെപ്പറ്റിയാണ് ഈ കഥ. ദ ഹോൾ സ്റ്റോറി, ഈ മുഴുവൻ കഥയും ഹാപ്പൻസ്, നടക്കുന്നത് ഓൺ എ ട്രെയിൻ, ഒരു ട്രെയിനിലാണ്. ഈ കഥ നടക്കുന്നത് ഒരു ട്രെയിനിലാണ്. ദ പാസഞ്ചേഴ്സ് ആർ വറീഡ്. ട്രെയിനിലെ യാത്രക്കാർ, പാസഞ്ചേഴ്സ്, അവർ വറീഡാണ്, ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആൻഡ് സാഡ്, അതുപോലെ അവർ വിഷമത്തിലാണ്. ബിക്കോസ് ഓഫ് ദ വാർ, അതിന് കാരണം എന്താണ്? യുദ്ധമാണ് കാരണം. ദ മെയിൻ ക്യാരക്ടേഴ്സ്, പ്രധാന കഥാപാത്രങ്ങൾ, ആർ എ സ്റ്റൗട്ട് വുമൺ, ഒരു തടിയുള്ള സ്ത്രീ, വണ്ണമുള്ള സ്ത്രീയും, ആൻഡ് ഹെർ ഹസ്ബൻഡ്, അവരുടെ ഹസ്ബൻഡുമാണ്. വണ്ണമുള്ളൊരു സ്ത്രീയും അവരുടെ ഭർത്താവുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. ദേ ആർ ഗോയിങ്, അവർ പോകുകയാണ്. എന്തിനാണ്? ടു സേ ഗുഡ് ബൈ, ഗുഡ് ബൈ പറയാൻ പോവുകയാണ്. ടു ദെയർ ഒൺലി സൺ, ആരോടാണ്? അവരുടെ ഒരേ ഒരു മകനോട്. ഹി ഈസ് ഗോയിങ്, അവൻ പോവുകയാണ്. എങ്ങോട്ട്? ടു ദ വാർ ഫ്രണ്ട്, യുദ്ധമുഖത്തേക്ക്, യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് അവൻ പോകാൻ പോവുകയാണ്. ദ വുമൺ ഈസ് സൈലന്റ്, ആ സ്ത്രീ സൈലന്റ് ആണ്, അവരൊന്നും മിണ്ടുന്നില്ല. ആൻഡ് ഹാർട്ട് ബ്രോക്കൺ, അതുപോലെ ഹൃദയം തകർന്നിരിക്കുകയാണ് അവർ. ആ സ്ത്രീ ഒന്നും മിണ്ടാതെ ഹൃദയം തകർന്നിരിക്കുകയാണ്. ഷീ കനോട്ട് സ്പീക്ക് മച്ച്, അവർക്ക് അധികം മിണ്ടാൻ കഴിയുന്നില്ല. ബിക്കോസ്, കാരണം, ഷീ ഈസ് ഇൻ ഡീപ്പ് പെയിൻ, അവർ വലിയ വേദനയിലാണ്, ആഴത്തിലുള്ള വേദനയാണ് അവർക്കുള്ളത്. ഹെർ ഹസ്ബൻഡ്, അവരുടെ ഭർത്താവ്, ട്രൈസ് ടു ടോക്ക്, സംസാരിക്കാൻ ശ്രമിക്കുകയാണ്, ട്രൈ ചെയ്യുകയാണ്. വിത്ത് ദി അതർ പാസഞ്ചേഴ്സ്, മറ്റ് യാത്രക്കാരുമായി. എന്തിനാണ്? ടു ഷെയർ ദെയർ സോറോ, അവരുടെ സോറോ, അവരുടെ ദുഃഖം ഷെയർ ചെയ്യാൻ, പങ്കുവെക്കാൻ മറ്റ് യാത്രക്കാരോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി അടുത്ത പാരഗ്രാഫ്. സൂൺ, പെട്ടെന്ന് തന്നെ. ദ പാസഞ്ചേഴ്സ് ബിഗിൻ ടു ടെൽ, പാസഞ്ചേഴ്സ് പറയാൻ തുടങ്ങുന്നു. ദെയർ ഓൺ സ്റ്റോറീസ്, അവരുടെ സ്വന്തം കഥകൾ. ആ യാത്രക്കാർ അവരുടെ സ്വന്തം കഥകൾ പറയാൻ തുടങ്ങുന്നു. മെനി ഓഫ് ദം, അവരിൽ പലർക്കും, ഹാവ് ഓൾറെഡി ലോസ്റ്റ്, ഇതിനോടകം തന്നെ, ഓൾറെഡി തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ദെയർ സൺസ്, അവരുടെ ആൺമക്കളെ. ഇൻ ദ വാർ, യുദ്ധത്തിൽ. പലർക്കും യുദ്ധത്തിൽ മക്കളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. സം ഹാവ് ഈവൻ ലോസ്റ്റ്, ചിലർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു, അല്ലെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മോർ ദാൻ വൺ ചൈൽഡ്, ഒന്നിലധികം മക്കളെ. ചിലരുടെ ഒന്നിലധികം മക്കൾ മരിച്ചു കഴിഞ്ഞു. ദിസ് മേക്സ് ദ കപ്പിൾ റിയലൈസ്, ഇത് ആ കപ്പിളിന്, ഭാര്യയ്ക്കും ഭർത്താവിനും തിരിച്ചറിവുണ്ടാക്കുന്നു, അവരെ കൊണ്ട് റിയലൈസ് ചെയ്യിപ്പിക്കുന്നു. അതാണ് മേക്സ് റിയലൈസ്, അവർക്ക് തിരിച്ചറിവുണ്ടാക്കുന്നു. ദാറ്റ് മെനി ഫാമിലീസ്, പല കുടുംബങ്ങളും, ആർ സഫറിങ്, അനുഭവിക്കുന്നു, യാതന അനുഭവിക്കുന്നു, വിഷമം അനുഭവിക്കുന്നു. ഇൻ ദ സെയിം വേ, അതേ രീതിയിൽ തന്നെ, അതേ തരത്തിൽ തന്നെ, ഒരേ രീതിയിൽ, അല്ലെ അതേ രീതിയിൽ പല കുടുംബങ്ങളും യാതന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, കഷ്ടപ്പാട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. എ റെഡ് ഫേസ്ഡ് മാൻ, ഒരു ചുവന്ന മുഖമുള്ള ആൾ, സ്പീക്സ് വെരി സ്ട്രോങ്ലി,
വളരെ ശക്തമായി സംസാരിക്കുന്നു. ഹി സെയ്സ്, അയാൾ പറയുന്നു, പേരൻസ് ഷുഡ് ഫീൽ പ്രൗഡ്, പേരൻസിന് പ്രൗഡായി ഫീൽ ചെയ്യണം, അഭിമാനം ഫീൽ ചെയ്യണം, അഭിമാനം തോന്നണം. ഇഫ് ദെയർ സൺസ് ഡൈ, അവരുടെ മക്കൾ മരിക്കുകയാണെങ്കിൽ, ഫോർ ദെയർ കൺട്രി, അവരുടെ രാജ്യത്തിനായി, സ്വന്തം മക്കൾ രാജ്യത്തിന് വേണ്ടി മരിച്ചാൽ പേരൻസിന് അഭിമാനം തോന്നണമെന്ന് അയാൾ പറയുന്നു. അക്കോർഡിംഗ് ടു ഹിം, അയാളുടെ അഭിപ്രായത്തിൽ, ബ്രേവ് സോൾജിയേഴ്സ്, ധീരന്മാരായിട്ടുള്ള സൈനികർ, ഗീവ് ദെയർ ലൈവ്സ്, സ്വന്തം ജീവൻ നൽകുന്നു, ഹാപ്പിലി, സന്തോഷത്തോടെ. അപ്പൊ അയാൾ പറഞ്ഞു വരുന്നത് ധൈര്യമുള്ള പട്ടാളക്കാരാണ്, ധീരന്മാരായിട്ടുള്ള പട്ടാളക്കാരാണ് സന്തോഷത്തോടുകൂടി അവരുടെ ജീവൻ നൽകുന്നത്, അല്ലെ ധീരന്മാരായിട്ടുള്ള പട്ടാളക്കാർ സന്തോഷത്തോടെയാണ് മരിക്കുന്നത്. ഹിസ് വേർഡ്സ്, അയാളുടെ വാക്കുകൾ, സൗണ്ട് ബോൾഡ് ആൻഡ് കോൺഫിഡൻറ്റ്, കോൺഫിഡൻ്റ് ആയിട്ടും ബോൾഡ് ആയിട്ടും ഒക്കെ മുഴങ്ങി കേൾക്കുന്നു, അല്ലെങ്കിൽ കേൾക്കുന്നതായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നു. അയാൾ സംസാരിക്കുമ്പോൾ ബോൾഡായിട്ട്, ധീരമായിട്ടാണ് തോന്നുന്നത്. അയാൾ ഒരു ധീരമായ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. അയാൾ വളരെ കോൺഫിഡൻ്റ് ആണ് എന്നൊരു തോന്നലാണ് ഉണ്ടാകുന്നത്. ദേ മേക്ക് എ സ്ട്രോങ് ഇംപ്രഷൻ, അതൊരു സ്ട്രോങ് ഇംപ്രഷൻ ആണ് ഉണ്ടാക്കുന്നത്, ശക്തമായ മതിപ്പാണ് ഉണ്ടാക്കുന്നത്, ശക്തമായ ഒരു ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഓൺ ദ സ്റ്റൗട്ട് വുമൺ, ആ തടിയുള്ള സ്ത്രീയിൽ, ആ വണ്ണമുള്ള സ്ത്രീയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാക്കാൻ അയാൾക്ക് സാധിക്കുന്നു. ഇനി അടുത്ത പാരഗ്രാഫ്. ഹവവർ, എന്നിരുന്നാലും, ദി എൻഡിങ് ഓഫ് ദ സ്റ്റോറി, ഈ കഥയുടെ അവസാനം, ഈസ് വെരി ടച്ചിങ്, വളരെ ഹൃദയസ്പർശിയാണ്, ആൻഡ് പവർഫുൾ, അതുപോലെ തന്നെ ശക്തവുമാണ്. ദ സ്റ്റൗട്ട് വുമൺ, ആ തടിയുള്ള സ്ത്രീ, സഡൻലി ആസ്ക്സ്, പെട്ടെന്ന് കയറി ചോദിക്കുന്നു. ദ മാൻ, ആ ആളിനോട് ചോദിക്കുകയാണ്, ആ ചുവന്ന മുഖമുള്ള ആളിനോട് ചോദിക്കുകയാണ്, ഇഫ് ഹിസ് സൺ, അയാളുടെ മകൻ, ഈസ് റിയലി ഡെഡ്, ശരിക്കും മരിച്ചോ എന്ന്, ശരിക്കും നിങ്ങളുടെ മോൻ മരിച്ചോ എന്ന് ആ സ്ത്രീ അയാളോട് ചോദിക്കുന്നു. അറ്റ് ദാറ്റ് മൊമെന്റ്, ആ നിമിഷം, ദ മാൻ ഹു സ്പോക്ക് സോ ബ്രേവ്ലി, വളരെ ധീരമായി സംസാരിച്ച ആ മനുഷ്യൻ, ബ്രേക്സ് ഡൗൺ, തകരുന്നു, ആൻഡ് ക്രൈസ്, അയാൾ കരയുന്നു. ഹിസ് സ്ട്രോങ് വേർഡ്സ്, അയാളുടെ ശക്തമായ വാക്കുകൾ, വെയർ ഓൺലി ഹൈഡിങ്, മറച്ചു വെക്കുക മാത്രമായിരുന്നു, ഹിസ് ഡീപ് സാഡ്നെസ്, അയാളുടെ ആഴത്തിലുള്ള ദുഃഖം. ആ വാക്കുകൾ, അയാൾ ഇത്രയും നേരം കോൺഫിഡൻസോടുകൂടി സംസാരിക്കുകയായിരുന്നു, എന്നാൽ അയാളുടെ വാക്കുകൾ അയാളുടെ ദുഃഖം മറയ്ക്കാനുണ്ടായിരുന്ന, അയാളുടെ ദുഃഖം മറയ്ക്കുക മാത്രമാണ് ചെയ്തത്, ശരിക്കും അയാളുടെ ഉള്ളിൽ ദുഃഖമുണ്ടായിരുന്നു. ദ സ്റ്റോറി ഷോസ്, ഈ കഥ കാണിക്കുന്നത്, ദാറ്റ് വാർ ബ്രിങ്സ്, യുദ്ധം കൊണ്ടുവരുന്നു എന്നാണ്, ഗ്രേറ്റ് പെയിൻ, വലിയ വേദന, ടു എവ്രി ഫാമിലി, എല്ലാ കുടുംബത്തിലേക്കും, യുദ്ധം എല്ലാ കുടുംബങ്ങളിലേക്കും വലിയ വേദനയാണ് കൊണ്ടുവരുന്നത്. ഇതാണ് ഈ കഥ കാണിക്കുന്നത്. ഇറ്റ് റിമൈൻസ് അസ്, ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ദാറ്റ് നോ പ്രൗഡ് വേർഡ്സ്, ഒരു അഭിമാനകരമായിട്ടുള്ള വാക്കുകൾക്കും ക്യാൻ റിമൂവ് ചെയ്യാൻ കഴിയില്ല, എടുത്തു മാറ്റാൻ കഴിയില്ല, ഇല്ലാതെയാക്കാൻ കഴിയില്ല, ദ സോറോ ഓഫ് ലൂസിങ് എ ചൈൽഡ്, ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന, ഒരു മകനെ അല്ലെങ്കിൽ മകളെ നഷ്ടപ്പെടുന്ന ആ ദുഃഖം മാറ്റാൻ ഒരു അഭിമാനം നിറഞ്ഞ വാക്കിനും കഴിയില്ല എന്ന് ഈ കഥ നമ്മളെ കാണിച്ചു തരുന്നു. ഇത്രയുമാണ് വാർ എന്ന പാഠത്തിന്റെ റിവ്യൂ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പരീക്ഷയ്ക്കായി നല്ല രീതിയിൽ പഠിച്ചു മാറ്റാൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.